സേതു മാധവൻ സംവിധാനം ചെയ്ത ഓളവും തീരും, തങ്കക്കുടം, കല്ലം വെച്ച കുട്ടിക്കുപ്പാടും ഈ ചിത്രങ്ങളൊക്കെ വ്യത്യസ്തമായ വേഷങ്ങൾ. മകൻ ഷാഹിദ ആ മകളുടെ കല്യാണം ഗംഭീരമായി നടത്തുന്നു. തന്റെ കല്യാണം നടന്നതുപോലെയല്ല, വലിയ ഹാളിൽ ഒരുപാട് പേരെ ക്ഷണിച്ചുകൊണ്ട് ഗംഭീരമാണ് ആ വിവാഹം. ഒരുപാട് സ്ത്രീധന തുകയൊക്കെ കൊടുത്തുകൊണ്ട് മോളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ ആരൊക്കെയാണ്? കടന്നു വരുന്നു, മധുവരൻ, രാമക്കാരിയൻ, കെ സേതുമാധവൻ, സഖാവ് അഴീക്കോട് രാഘവൻ, പി ജെ ആന്റണി, അവരെല്ലാവരും പങ്കുചേർന്ന അതിമഹനീയമായ ആ വിവാഹം. ഈ കാലയളവിനിടയിൽ ഐഷ 4 വർഷക്കാലം കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാൻ പദവി കൂടി അവർ അലങ്കരിച്ചു. പക്ഷേ കാലാന്തരത്തിൽ പാവം ഐഷ പ്രായാധിക്യമായി നാടകരംഗത്തും സിനിമയിലും സാധ്യത കുറഞ്ഞു. ഒടുവില് ജീവിതം പഴയതുപോലെ ആ ഗ്രാഫ് താഴ്ന്നു തുടങ്ങിയ സമയത്ത് പാവം ഐഷ എന്ന കേരളം അംഗീകരിച്ച പ്രിയങ്കരിയായ ആ നടിയെ തേടി ഒരു വിസ വന്നിരിക്കുക. സൗദി അറേബ്യയിൽ നിന്ന് ഒരു വിസ. ഐഷ 2 കേൾപ്പിച്ച് എല്ലാം മറന്ന് ഒന്നും നോക്കാതെ സൗദി അറേബ്യയിലേക്ക് യാത്രയായി. അവിടെ ഒരു അറബിയുടെ വീട്ടിൽ 19 വർഷം ഗദ്ദാമ ജീവിതം അനുഭവിക്കുകയായിരുന്നു. 19 വർഷത്തെ നരകതുല്യമായ ഐഷയുടെ ജീവിതം. വേലക്കാരിയായി അറബിയുടെ വീട്ടിൽ കഴിഞ്ഞുകൂടിയ പാവപ്പെട്ട കലാകാരി. ഓരോ മാസവും കിട്ടുന്ന ശമ്പളം അവൾ വീട്ടിൽ കഴിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ഐഷയുടെ പണം കാത്ത മകളിരിക്കും. ആ പണമെല്ലാം ഭദ്രമായി സൂക്ഷിക്കുന്ന ആ മകള് 19 വർഷത്തെ നല്ലാരണ്യത്തിലെ ജീവിതവും കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കമാണ്. ആ ദിവസം രാവിലെ തൻ്റെ ലഗേജുകൾ പാക്ക് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്നാണ് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് മകൾ അയച്ച കത്ത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഐഷ വളരെ വേഗം എടുത്തു. ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എല്ലാം മതിയാക്കി കേരളത്തിൽ പോയി. ഉമ്മ തന്ന പൈസ ഒന്നും ഞാൻ കളഞ്ഞില്ല. ഞാൻ എല്ലാം ശേഖരിച്ചു വെച്ചു. നമ്മുടെ വീട് കത്തിപ്പോയി. ഉമ്മയ്ക്ക് സമർപ്പിക്കാൻ ഞാനൊരു വീട് വാങ്ങിയ ഉമ്മ. 3 സെന്റ് സ്ഥലം, ഓടുമേൽ ചെറിയ വീട്. ഉമ്മയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ മൊയ്യാർക്ക് സുഖം. ആ സഖാവിന്റെ വീടിനടുത്താണ് ഞാൻ ഈ കൊച്ചു വീട് വാങ്ങിയിരിക്കുന്നത്. എന്റെ ഉമ്മയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി. എന്റെ പൊന്നോട്